ലോകത്തെ വിലയേറിയ ലോഹങ്ങളിലൊന്നാണ് സ്വർണം. പുരാതന കാലം മുതൽക്കേ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്ത്രീകൾക്ക് ഒരു വികാരമാണ്. എന്നാൽ ഇന്ന് കുതിച്ചുയരുന്ന വില കാരണം ആഭരണം എന്നതിലുപരി സ്വർണം ഒരു നിക്ഷേപമായി കാണുകയാണ് പലരും. ചൈന, ഓസ്ട്രേലിയ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലാണ് കൂടുതലായും സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് സർക്കാരിന് സ്വന്തമായി സ്വർണ്ണ ഖനന സ്രോതസ്സുകളുണ്ട്. എന്നാൽ എല്ലാവർക്കും പ്രകൃതിദത്ത സ്വർണം ലഭിക്കുന്ന ഒരു സ്ഥലമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? സ്വർണമൊഴുകുന്ന ഒരു നദിയാണ് ഇന്ത്യയിലുള്ളത്. അതെ, ശുദ്ധമായ സ്വർണം വഹിച്ചുകൊണ്ടാണ് ഈ നദിയുടെ ഒഴുക്ക്. 474 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന സുബർണരേഖ എന്ന ഈ നദി ജാർഖണ്ഡിലൂടെയാണ് ഒഴുകുന്നത്. ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്ത് ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലായി ഈ സുബർണരേഖ നദി ഒഴുകുന്നു. ജാർഖണ്ഡിലെ രത്നഗർഭ മേഖല ഈ നദിയുടെ പ്രധാന സഞ്ചാര പാതകളിലൊന്നാണ്. ഇവിടെ ഈ നദിയുടെ കൈവഴിയാണ് ഖർഖരി. രത്നഗർഭ മേഖലയിൽ ഈ രണ്ട് നദികളുടെയും മണൽശേഖരത്തിൽ സ്വർണ്ണത്തരികൾ വലിയ അളവിൽ കണ്ടെത്താൻ സാധിക്കും. ലോകത്തിലെ തന്നെ അത്യപൂർവ മേഖലകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണിത്. അതേസമയം സുബർണരേഖയിലെ ഈ സ്വർണ്ണ സാന്നിധ്യത്തെപ്പറ്റി വ്യക്തമായ ഉത്തരം ആർക്കും തന്നെയില്ല. വലിയ തോതിലുള്ള ഖനനമോ സംസ്കരണമോ ഒന്നും തന്നെ സുബർണരേഖയിലെ സ്വർണത്തിന്റെ കാര്യത്തിൽ നടന്നിട്ടില്ല. ഈ മേഖലയിലെ ഗോത്രവർഗക്കാരാണ് ചെറിയ അളവിൽ ഇവിടെ നിന്ന് സംസ്കരണം നടത്തി സ്വർണം വേർതിരിച്ചെടുക്കുന്നത്. ഈ രീതിയിൽ മാസത്തിൽ ഏതാണ്ട് 80 ഗ്രാം വരെ സ്വർണം ഗോത്രവർഗക്കാർക്കിടയിൽ ഇതിൽ വൈദഗ്ധ്യം നേടിയവർ സംസ്കരണം ചെയ്തെടുക്കാറുണ്ടെന്നാണ് കണക്കാക്കുന്നത്. മണിൽത്തരികൾക്കിടയിൽ നിന്ന് കണ്ടെത്തുന്ന ഈ സ്വർണ്ണ കണികകളുടെ വലുപ്പം അരിമണിയുടെ അത്ര തന്നെയോ അതിൽ കുറവോ ആയിരിക്കും. തുടക്കത്തിൽ നദിയുടെ അടിത്തട്ടിലായിരുന്നു സ്വർണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. തുടർന്ന് മണൽത്തരികൾക്കിടയിലും സ്വർണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തുകയായിരുന്നു.